നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനലുകൾ പച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിച്ചുമാറ്റി വിൽക്കുന്നവരാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൈശാചിക കൃത്യങ്ങളിലൊന്നും അതുതന്നെ. കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻ അവയവക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ നിന്നാണ് മെഡിക്കൽ സംവിധാനത്തെ ആകെ കരിനിഴലിൽ നിർത്തുന്ന അവയവ കച്ചവടം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദരിദ്രരായ മനുഷ്യന്റെ സാഹചര്യം മുതലെടുത്ത് അവരെ ചതിച്ച് അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് സമ്പന്നർക്ക് വിൽക്കുന്ന വൻ ലോബികൾ നിർബാധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നു തന്നെയാണ്. സേവനത്തിന്റെ വെള്ളക്കുപ്പായമിട്ടവർ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്ത് അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചുവിറ്റ് കോടികൾ കൊയ്യുന്ന ഒരു സംഘടിത മെഡിക്കൽ മാഫിയ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം ചെയ്യുന്ന വിദ്യാസമ്പന്നരായ കൊടും ക്രിമിനലുകൾ. 7 പ്രമുഖ ആശുപത്രികൾ, പ്രശസ്തരായ ഡോക്ടർമാർ, വൻകിട ആശുപത്രി ഉടമകൾ. കാൺപൂർ നഗരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ആഴത്തിലുള്ള ഒരു ക്രിമിനൽ നെറ്റ്വർക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. फिर टेलीग्राम के आधार पर इन्होंने संपर्क करा है और ये आयुष लड़का जो है एक म्यूल अकाउंट को इसने ओपन करा है और ये साइबर से रिलेटेड भी इसका हमें बैकग्राउंड पता लगा है और इसकी और अफजाल के बीच में आपस में बातचीत होती है और 6 लाख रुपए में किडनी डोनेट करने की बात आती है और इसको पैसे की आवश्यकता थी तो ये लड़का यहाँ पर आकर के अपने एक किडनी को इसने डोनेट करने के लिए ये वहाँ पर ऑपरेट करा गया है. ഒരു ആശുപത്രിയെയോ ഒരു ഡോക്ടറെയോ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കാൺപൂരിലെ 6 ആശുപത്രികളും ലക്നൌവിലെ ഒരു വൻകിട ആശുപത്രിയും ഉൾപ്പെടെ 7 മെഡിക്കൽ സ്ഥാപനങ്ങളാണ് പ്രതിക്കൂട്ടിൽ. പാവപ്പെട്ടവരെയും നിസ്സഹായരെയും വലയിലാക്കി ലക്ഷങ്ങൾ ഈടാക്കി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ നടത്തുന്നതാണ് ഇവരുടെ രീതി. इस हॉस्पिटल में 7-8 लोगों का अब तक ये पता लगा है कि 7-8 लोगों का जो है किडनी ट्रांसप्लांट हुए जो इलीगल है और इसमें हम लोगों ने अभियोग पंजीकृत कर दिया है. ये भी और जानकारी मिली है शिवम की तरफ से कि यहाँ पर अन्य 6-7 अस्पतालों में ये डॉक्टर रोहित की टीम द्वारा ऑपरेशन कराया गया है और किडनी ट्रांसप्लांट की गई है. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാൺപൂർ പോലീസ് കമ്മീഷണർ രഘുവീർ ലാലിന്റെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സർവൈലൻസ് ടീമും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഈ കൊടുംചതിയുടെ ചുരുളഴിഞ്ഞത്. അഹൂജ ഹോസ്പിറ്റൽ, പ്രിയ ഹോസ്പിറ്റൽ, മിഡ് ലൈഫ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ഒരേ സമയം പോലീസ് ഇരച്ചുകയറി. പുറമെ മാന്യമെന്ന് തോന്നിപ്പിക്കുന്ന ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ നടന്നിരുന്നത് പാവപ്പെട്ടവന്റെ ജീവൻ വെച്ചുള്ള ലേലവും കച്ചവടവുമായിരുന്നു. कितना पैसा अभी दिए नहीं है. मतलब कितने पैसे की बात हुई थी? तो मैंने बोल रखा था कितना? 4 लाख. വർഷങ്ങളായി ഈ റാക്കറ്റ് സജീവമാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. സാമ്പത്തികമായി തകർന്നവരെയും തീരാവ്യാധി ബാധിച്ച കുടുംബങ്ങളെയും കണ്ടെത്തി അവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് സംഘം ഇവരെ വലയിലാക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ, കൃത്രിമമായി ഉണ്ടാക്കിയ ബന്ധുത്വ രേഖകൾ എന്നിവ ഉപയോഗിച്ച് നിയമത്തിന്റെ കണ്ണുവെട്ടിച്ചാണ് ഓരോ അവയവദാനവും നടത്തിയിരുന്നത്. ഇതിനായി വൻ തുകകളാണ് ആവശ്യക്കാരായ രോഗികളിൽ നിന്ന് അവയവ മാഫിയ ഈടാക്കിയിരുന്നത്. കേസിൽ ഇതുവരെ ഡോക്ടർമാരും ആശുപത്രി ഉടമകളും ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഡോക്ടർമാരായ സുർജിത് സിംഗ് അഹൂജ, പ്രീതി അഹൂജ, രാജേഷ് കുമാർ, രാം പ്രകാശ്, ഗൌരവ് സിംഗ്, ശിവം അഗർവാൾ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തു. കേസിൽ നിർണായകമായത് അടുത്തിടെ അവയവം സ്വീകരിച്ച ഒരു രോഗിയുടെ വിവരങ്ങളാണ്. ഇയാൾക്ക് വൃക്ക നൽകിയത് ആരാണ്? അത് നിയമപരമായിരുന്നോ? ഡോണറും രോഗിയും തമ്മിലുള്ള ബന്ധം വ്യാജമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് കാൺപൂരിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ ഉത്തർപ്രദേശ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന റാക്കറ്റാണോ എന്നതാണ് പോലീസിന് മുന്നിലുള്ള പ്രധാന ചോദ്യം. ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇനിയും വമ്പൻ സ്രാവുകൾ വലയിലാകുമെന്നാണ് സൂചന.
ഒരു നാടിന്റെ ആരോഗ്യ സംവിധാനത്തെയാകെ നാണം കെടുത്തിക്കൊണ്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എത്രയാളുകൾ ഈ ചതിക്കളി